ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളെയും മറികടക്കുന്നതിനും നമ്മുടെ എല്ലാ സാഹസപരമായ കാര്യങ്ങളിലും ദൈവം ഇടപെട്ട് നമ്മെ അനുഗ്രഹിക്കുന്നതിനും നമ്മുടെ എല്ലാ തീരുമാനങ്ങളിലും വിജയം കാണുന്നതിനും എല്ലാ അവസ്ഥകൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിലകൊള്ളുന്നതിനും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്നത്തെ ദിവസം സകല അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. നഷ്ടങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും കർത്താവ് ഇന്ന് നമ്മെ രക്ഷിക്കും. ഈശോയുടെ കുരിശിലെ സ്നേഹം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ തക്കവണ്ണം അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 62:5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. മർത്യൻ ഒരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. കർത്താവേ, കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നോളം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്തും കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതം കാണാൻ ഞങ്ങൾക്ക് വീണ്ടും അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ എണ്ണമറ്റ അനുഗ്രഹങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുകയും അതിനായി ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ അവസരങ്ങളെയും പ്രതി ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും സമർപ്പിക്കുന്നു. തീരുമാനങ്ങളിൽ വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓരോ ചുവടുവയ്പും അങ്ങയുടെ പാദസ്പർശത്തിൻ്റെ വഴിയിലൂടെ ഞങ്ങൾ നടക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഏത് വെല്ലുവിളികളെയും ഇന്ന് നേരിടുവാനുള്ള കരുത്ത് തരണമേ. ഏത് പ്രതിബന്ധങ്ങളെയും നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, അങ്ങയുടെ ധൈര്യവും സഹിഷ്ണുതയും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഓരോ അവസരങ്ങൾ ദൈവം നൽകുമ്പോഴും അത് മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാനുള്ള കൃപയും വിശുദ്ധിയും എളിമയും ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഞങ്ങളുടെ മറ്റുള്ളവരോടുള്ള അനുകമ്പ വർദ്ധിപ്പിച്ചു തരണമേ. മറ്റുള്ളവരോടുള്ള സ്നേഹവും കാരുണ്യവും ദയയും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് അരുളിച്ചെയ്ത ഈശോനാഥ, ഇന്നെല്ലാവരോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോ ബന്ധങ്ങളെയും നീ വിശുദ്ധീകരിക്കണമേ. ദൈവം ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾ മാത്രം ഞങ്ങളിൽ നിലനിൽക്കട്ടെ. ദൈവം ആഗ്രഹിക്കാത്ത എല്ലാ ബന്ധങ്ങളും ഈശോയെ എടുത്തുമാറ്റി അങ്ങയുടെ മക്കൾ
ഇന്ന് ദൈവസന്നിധിയിൽ ഒന്നിച്ച് വ്യാപരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുവാൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ, തകർന്ന ഹൃദയത്തെ അവിടുന്ന് സൗഖ്യം നൽകി, വിടുതൽ നൽകി, ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പുനഃസ്ഥാപിച്ച് ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് വിവേകവും വിജ്ഞാനവും അനുസരണയും എളിമയും വിശുദ്ധിയും നൽകി, കാരുണ്യവും അനുകമ്പയും നൽകി നന്മയുടെ മാർഗങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അന്തരാത്മാവിനെ ഇന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആന്തരിക ചൈതന്യത്തെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. എല്ലാ അവസ്ഥകളെയും സ്വീകരിക്കുന്നതിനും എല്ലാ പ്രശ്നങ്ങളെയും ധൈര്യത്തോടെ അഭിമുഖീകരിക്കുന്നതിനും ദൈവമേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും വിശ്വാസവും അങ്ങേയർച്ചു പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് ലാഭമുണ്ടാകുന്നതിന് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും എളിമപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് ഇന്നത്തെ ദിവസം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പ്രാർത്ഥനകൾ വഴി നടക്കുന്നതിന് വേണ്ടി കർത്താവെ, അങ്ങയുടെ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നീതിമാനായ ദൈവമേ, അങ്ങയുടെ നീതിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, ആശീർവദിക്കുന്ന നാഥ, സകല വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുവാനും കീഴടക്കുവാനുമുള്ള ദൈവിക ശക്തി നൽകിയിരിക്കുന്നതിനെ ഓർത്തും ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും ഞങ്ങൾക്ക് വിജയം വരിക്കുന്നതിനും അങ്ങയുടെ കൃപാകടാക്ഷങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ സമാധാനത്താൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.